ഹലോ, ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കടലയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്ത് അത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു 3-4 വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കീറിയതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 2-3 മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നടുവനെ കീറിയത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മളൊരു 2 സവാള ഇതുപോലെ അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കവർ ചെയ്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാല ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മസാല വേണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുമ്പം നമുക്കൊരു ചിക്കൻ്റെ ഫ്ലേവർ കൂടി കിട്ടും. അപ്പോൾ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതെല്ലാം കൂടി ഈ മസാലയുമായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മസാലക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്